ഒരു കുട്ടിയുടെ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കോട്ടിയെ പിടിച്ച് കടിക്കുകയും, കോട്ടി എന്ന് പറയുന്ന ഒരു മീൻ മുള്ളുള്ള 2 മുള്ളുകൾ, ചിറകിൻ്റെ പോലെയുള്ള 2 മുള്ളുകളുള്ള ഒരു മത്സ്യമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാം, പല ഭാഗങ്ങളിൽ പല പേരുകളായിരിക്കാം. പക്ഷേ കോട്ടി എന്ന് പറയുന്ന മീനെ കടിച്ചപ്പോൾ അത് ചങ്കിലേക്ക് പോവുകയും ചങ്കിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ പെടുകയും ചെയ്ത സന്ദർഭത്തിൽ ആ കുട്ടിയുടെ മാതാവ് ഈ മക്കാമിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉള്ളിലേക്കിട്ട് വാതിലടച്ച് കരയുകയും, തങ്ങൾ പാപ്പ എൻ്റെ കുട്ടിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ മഹാൻ്റെ ഹക്ക് ജാഹ് കറാമത്ത് കൊണ്ട് അല്ലാഹു തആല ആ കോട്ടിയെ പുറത്തേക്ക് തെറിപ്പിച്ച് കളയുകയും കുട്ടിക്ക് സുഖമാവുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഒരാൾ പറഞ്ഞത്, മാറാത്ത രോഗമായ ആസ്മ കൊണ്ട് ഇടങ്ങേറായി കാലങ്ങളായി ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത ആ ആസ്മയുള്ള സ്ത്രീയെ അത് അവരുടെ ആങ്ങളായി ഖബറിലേക്ക് രാത്രി കൊണ്ടുവന്നിടുകയും വാതിലടക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ ഒരാട്ടനക്കം ഇല്ല, ഒരു ശബ്ദവുമില്ല. അങ്ങനെ ഈ സമയത്ത് അദ്ദേഹം ഇത് മരിച്ചിട്ടുണ്ടാകും എന്ന നിലയിൽ വാതിൽ തുറന്നു നോക്കുമ്പോൾ മയക്കത്തിലായിരുന്നു. അവരെ എടുത്തു കൊണ്ടുപോയി നോക്കി, രോഗം പൂർണ്ണമായി സുഖമായി. അവർക്ക് പിന്നെ ആ രോഗം ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. അതുപോലെയുള്ള ഒട്ടനവധി സംഭവങ്ങളുണ്ട്. എല്ലാ കറാമത്തുകളും പറയാനുള്ള സമയവും സന്ദർഭവും ഇല്ല എന്നതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. മഹാനായ ഖുത്ബുൽ അഖ്താബ് അസ്സയ്യിദ് അബ്ദുല്ലാഹിൽ ഐദറൂസി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ സന്താന പരമ്പരയാണ് ഐദറൂസി ഖബീല. ആ ഐദറൂസി പ്രവാചക പ്രഭു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 24ാമത്തെ മകനായി വരുന്ന അസ്സയ്യിദ് അബ്ദുല്ലാഹിൽ ഐദറൂസ്. അവിടുത്തെ സന്താന പരമ്പരയിൽ വന്നുകൊണ്ട് ആ ഐദറൂസി പരമ്പരയിലെ പ്രവാചക പരമ്പരയിൽ 30ാമത്തെ ആളാണ് പൊന്നാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഖുത്ബുസ്സമാൻ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഹിജ്റ 1115 മഹാനവറുകൾ കോഴിക്കോട് വരികയും മഹാൻ്റെ ഷെയ്ഖായിരുന്ന കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിസീതി തങ്ങൾ മഹാനവറുകളുടെ സന്ദർശിക്കുകയും ചെയ്തു. മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം പൊന്നാനിയിൽ വരികയും പൊന്നാനിയിൽ ദീനീ പ്രബോധനം നടത്തുകയും ചെയ്തു. ഹസൻ ജിഫിരി അദ്ദേഹത്തിൻ്റെ സമകാലക്കാരനും വലിസീതി തങ്ങളുടെ മുരീദും വലിസീതി തങ്ങളുടെ നിർദ്ദേശപ്രകാരം പിന്നീട് സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യരുമായിരുന്നു. അങ്ങനെ പൊന്നാനിയിൽ ദീനീ പ്രബോധനം നടത്തി ആ മഹാൻ്റെ ഒരു മകനാണ് സയ്യിദ് അബൂബക്കർ ബം അൽ ഐദറൂസി. കൊച്ചിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാൻ, കൊച്ചിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ മകനായിക്കൊണ്ടാണ് സയ്യിദ് അബ്ദുല്ലാഹിൽ ഐദറൂസ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുല്ലാഹിൽ ഐദറൂസ് മഹാനവറുകൾ വരുന്നത്. ഈ നാട്ടിൽ താഴക്കോടിനടുത്ത്, ഈ മഖാമ് കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ താഴക്കോട് എന്ന സ്ഥലത്താണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ കിഴക്കോട്ട് വന്നാൽ താഴക്കോടെന്ന ഗ്രാമം. ഈ ടൗണിൽ തന്നെ മഖാമുണ്ട്. പള്ളിയുടെ തൊട്ട് തന്നെയാണ് മഹാനവറുകളുടെ മഖാം സ്ഥിതി ചെയ്യുന്നത്. ഈ നാടിൻ്റെ അടുത്തുള്ള പൊതിയിൽ മഹലിൽപ്പെട്ട കാരണവന്മാർ ദീനീ സേവനത്തിന് നേതൃത്വം നൽകാൻ, ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി 200 വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ ഒരു സയ്യിദിനെ അന്വേഷിച്ചു പോവുകയും അവിടെ നിന്ന് അതിൽ തരപ്പെട്ടവരാരും ഇവിടെ ഇല്ലെന്നും ഈ വലിയ ജാറത്തിങ്ങലുള്ള
സയ്യിദന്മാരുടെ ഒരു പരമ്പര കൊച്ചിയിലുണ്ടെന്നും ആ കൊച്ചിയിൽ പോയാൽ നിങ്ങൾക്കൊരാളെ കിട്ടുമെന്നും പറഞ്ഞ് കൊച്ചിയിൽ ചെല്ലുകയും കൊച്ചിയിൽ ചെന്നപ്പോൾ സയ്യിദ് അബൂബക്കർ ഇബ്ബാം ഞാൻ ചാവക്കാട് മണത്തലയിൽ നിന്ന് കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ചതിൽ എനിക്ക് സയ്യിദ് അബ്ദുല്ലാഹി ലൈദറൂസ് എന്ന് പറഞ്ഞൊരു മകനുണ്ടെന്നും ആ മകനെ നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങോട്ട് പോകാൻ അതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അഥവാ തങ്ങളെന്ന പേരിൽ പൊതിയിൽ കാരണവന്മാർ എവിടെ നിന്നോ ഒരു തങ്ങളെ കൊണ്ടുവരികയും അവരുടെ നാട്ടിലെ ഒരു സ്രാമ്പിയിൽ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് മദ്യസേവയും അതുപോലെയുള്ള അനിസ്ലാമിക ആചാരങ്ങളും അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഇത് കണ്ട് മനസ്സിലാക്കിയ ആളുകൾ അദ്ദേഹത്തെ ആട്ടിയോടിക്കുകയും യഥാർത്ഥ സയ്യിദിനെ കൊണ്ടുവരണം എന്ന തീരുമാനത്തിലാണ് ഈ മഹാനെ, ഈ സയ്യിദ് അബ്ദുള്ള കോയപ്പാപ്പ എന്ന് പറയുന്ന ഈ മഹാനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. പൊന്നാനിയിൽ പോയി, പൊന്നാനിയിൽ നിന്ന് കൊച്ചിയിൽ പോയി, പൊന്നാനിയിലെ സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദറൂസിയുടെ മകൻ സയ്യിദ് അബൂബക്കർ ഇബ്ബാം എന്ന് പറയുന്ന സുൽത്താനുൽ ആരിഫീൻ സയ്യിദ് അബൂബക്കർ ഇബ്ബാം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനെ സമർപ്പിക്കുകയും തൻ്റെ ചാവക്കാട് മണത്തലയിലുള്ള ഭാര്യയിൽ ഒരു മകനുണ്ടെന്ന് പറഞ്ഞ് ആ മകനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ ആ തങ്ങളുടെ ഫിത്നയിലും കെണിവലയിലും പെട്ട ശരീഅത്ത് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആളുകളെ എല്ലാം ഇസ്ലാമിൻ്റെ നേർവഴിയിലേക്ക് കൊണ്ടുവരികയും ദീനി പ്രചരണ പ്രബോധന രംഗത്ത് സ്തുത്യർഹമായ സേവനമർപ്പിക്കുകയും കുറേ ആളുകൾ മഹാന്മാരുടെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു. ഈ താഴക്കോട് പഞ്ചായത്ത്, കച്ചനാട്ടുകര പഞ്ചായത്ത്, ആലിപ്പറമ്പ് പഞ്ചായത്ത്, 2-3 പഞ്ചായത്തിലെ ആളുകളുടെ ദീനി നേതൃത്വം ഈ മഹാനായിരുന്നു. മഹാൻ്റെ സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദറൂസ് എന്ന് പറയുന്ന ഇമ്പിച്ചി കോയപ്പാപ്പ എന്ന് പറയുന്ന ഒരു മകനാണുള്ളത്. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, ഒന്ന് സയ്യിദ് ഹുസൈൻ ഹൈദറൂസ് കോയക്കുട്ടിത്തങ്ങളും വേറെ സയ്യിദ് കോയഞ്ഞിപ്പാപ്പ എന്നൊരു മകനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സയ്യിദ് അബ്ദുല്ലാഹി ലൈദറൂസിൻ്റെ 5ാമത്തെ പരമ്പരയാണ് ഞങ്ങളൊക്കെ ഉള്ളത്, ഇപ്പോഴുള്ളത്. ഞങ്ങളുടെ സന്താനങ്ങളൊക്കെ 6ാമത്തെ പരമ്പരയായി ഇപ്പോൾ പുതിയ ജനറേഷൻ ഇപ്പോഴുണ്ട്. ദീനീ രംഗത്ത് സേവനങ്ങൾ, ദീനീ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകൾ. കറാമത്തിലൂടെയാണ് ദീനീ പ്രവർത്തനങ്ങൾക്ക് ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചിരുന്നത്. ഇളനീരിൽ മത്സ്യത്തെ കാണിക്കുകയും അതുപോലെ തന്നെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടായതിലൂടെ ഇന്നും ആളുകൾ പലരും ഈ മഖാമിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിന് പ്രത്യേകമായി പ്രചരണങ്ങളോ മറ്റ് പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റുകളൊന്നും നമ്മൾ നടത്തുന്നില്ല. എന്നാലും ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഇവിടുത്തെ കറാമത്തുകളും ഇവിടുത്തെ ഫുളൂലാത്തുകളും ഫضലുകളും ജനങ്ങൾ കേട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ യാതൊരു പ്രചരണ പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. ഇവിടുത്തെ അനുഭവങ്ങളിൽ നിന്ന് എന്തൊരു ആവശ്യങ്ങൾ വന്നാലും ആ ആവശ്യങ്ങൾ, ഹലാലായ മുറാദുകൾ ഇവിടെ വന്ന് പറഞ്ഞാൽ അത് നടക്കുകയായി. മാറാരോഗങ്ങൾ, അതുപോലെ തന്നെ വിഷമങ്ങളിൽ പെട്ടുഴലുന്ന മറ്റ് പ്രയാസങ്ങൾ, കേസുകൾ, അതുപോലെയുള്ള വിവാഹത്തിൻ്റെ ആവശ്യങ്ങൾ,
ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മഹാൻ്റെ ഹളറത്തിൽ വന്ന് സങ്കടം ബോധിപ്പിച്ചാൽ അതെല്ലാം തീർന്നു കിട്ടുന്ന അവസ്ഥയാണുള്ളത്. മഹാൻ്റെ സന്താന പരമ്പരകളാണ് മസാറിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ എല്ലാ മാസവും എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടുത്തെ ഉറൂസ് നടത്തുന്നത്. ജാതി ഭേദമന്യേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സാദാത്തുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദിക്ർ ഹൽക്കകളും മൗലിദ് സദസ്സുകളും നടത്തുകയും അന്നദാനം, വലിയ നിലയിലുള്ള അന്നദാനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വരുന്നു. മഹാൻ്റെ ഹക്ക് കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇതിൻ്റെ ഭാരവാഹികൾ ഇറക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വേണമെന്നുള്ളവർക്ക് ആ പുസ്തകം കിട്ടുന്നതാണ്. ഇവിടെ വന്ന് മക്കാമിൽ വന്നാൽ ഒരു ലഘുലേഖ പോലെ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പാപ്പാൻ്റെ എല്ലാ ചരിത്രങ്ങളും കറാമത്തുകളും അതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഉപ്പാപ്പ സയ്യിദ് അദ്ലക്കോയ പാപ്പാൻ്റെ വഫാത്തിനോടനുബന്ധിച്ച് ഉപ്പാപ്പാൻ്റെ ജനാസ കൊണ്ടുപോകുവാൻ വേണ്ടി, വഫാത്തായ ഉപ്പാപ്പാൻ്റെ ജനാസ കൊണ്ടുപോകുവാൻ വേണ്ടി ചാവക്കാട് നിന്നും കൊച്ചിയിൽ നിന്നും ആളുകൾ വന്നു എന്ന് പറയപ്പെടും. അങ്ങനെ പലരും ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകാൻ തർക്കമായപ്പോൾ, എന്നാൽ ആരെടുക്കുമ്പോൾ പൊന്തും എന്ന നിലക്ക് ഒരഭിപ്രായം വരികയും ഈ ജനാസ ആരെടുത്തപ്പോഴും അത് പൊന്തിയില്ല എന്നാണ് പറയുന്നത്. അത് അവർക്ക് ഉയർത്താൻ സാധിച്ചില്ല. അങ്ങനെ താഴെക്കോട്ടുകാരെടുത്തപ്പോഴാണ് ഉയർന്നതെന്നും, അപ്പോൾ പാപ്പാൻ്റെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഐദറൂസ് എന്ന് പറയുന്ന ഇമ്പിച്ചിക്കോയ പാപ്പ ഒരു ആവശ്യം അവരുടെ മുന്നിൽ വെക്കുകയുണ്ടായി. എൻ്റെ ഉപ്പാപ്പാൻ്റെ പേരിൽ സ്വന്തമായി സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഞങ്ങളിത് ഖബറടക്കുകയുള്ളൂ വാപ്പാനെ എന്ന് അവരുടെ മകൻ പറയുകയും, അപ്പോൾ അന്നത്തെ കാലത്ത് കോഴിക്കോടാണ് രജിസ്റ്റർ ഓഫീസുള്ളത്. ജന്മസ്ഥലം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കോഴിക്കോട് പോകാം. അപ്പോൾ അത് കൊടുത്തത് നാലകത്തെ മൊയ്തുപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തി പറഞ്ഞത്, കുട്ടിയെ നമുക്ക് പാപ്പാക്ക് നിങ്ങൾ പറയുന്നിടത്ത് സ്ഥലം തന്നെ തരാം, അവിടെ ഖബറടക്കിക്കോളൂ, കാരണം ഉപ്പാപ്പ വഫാത്തായതല്ലേ, നമുക്ക് രജിസ്റ്റർ ചെയ്ത് വരുമ്പോഴേക്ക് സമയമെടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മകൻ പറഞ്ഞത്, എൻ്റെ വാപ്പ പൂവൻ പഴമല്ല, ചീഞ്ഞു പോകില്ല, കേടുവരില്ല, എൻ്റെ വാപ്പ മഹാനായ സയ്യിദാണ് എന്ന് പറയുകയും, അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാരണവന്മാരും നേതാക്കന്മാരൊക്കെ കൂടി നേരെ കോഴിക്കോട് പോവുകയും, കോഴിക്കോട് പോയി 5 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. അന്ന് കാളവണ്ടിയിലാണ് പോകുന്നത്. 5 ദിവസം എടുത്തു രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ രജിസ്റ്റർ ചെയ്താണ് ഈ സ്ഥലം ഇവിടെ. കാരണം ഈ പള്ളിക്ക് തന്നെ വലിയ ചരിത്രമുണ്ട്. ഖുതുബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളാണ് ഈ പള്ളിക്ക് കുറ്റി ഇറക്കുന്നത്. കുറ്റി തറക്കാൻ വന്നപ്പോൾ നാട്ടുകാർ കാണിച്ചു കൊടുത്ത സ്ഥലം ഇതിൻ്റെ ഉയർന്ന സ്ഥലത്തുള്ള, ഇപ്പോൾ സർവീസ് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു കുറ്റി തറക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഉപ്പാപ്പ പറഞ്ഞത് അവിടെയല്ല, താഴെ ആ മഹാൻ കിടക്കുന്നതിൻ്റെ അടുത്താണ് പള്ളി കയറ്റേണ്ടത് എന്ന് പറയുകയും, അങ്ങനെ ഈ ഭാഗത്തേക്ക് കുറ്റി തറക്കുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി അന്ന് ആളുകൾ പറഞ്ഞത്, അന്ന് റോഡിന് ചെത്ത് എന്നാണ് പറയും. ചെത്ത് പാപ്പ ഇതേനെയാണ്. അന്ന് പഴയ കാലത്ത് തന്നെ ടിപ്പു സുൽത്താൻ റോഡ് ആ മേലെ ഭാഗത്തു കൂടി പോകുന്നുണ്ട്. ഖുതുബുസ്സമാൻ മമ്പറം തങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ നോക്കണ്ട, ചെത്തും റോഡൊക്കെ ഇതേനെ പൊയ്ക്കോളും എന്ന് പറഞ്ഞു. ആ കറാമത്ത് ഇന്ന് പുലർന്നു. ഇന്ന് ഈ പള്ളിയുടെ മുന്നിലൂടെയാണ് ആ റോഡ് വഴിമാറിപ്പോയത്. കോഴിക്കോട് പാലക്കാട് ഹൈവേ ഈ പള്ളിയുടെ മുന്നിലൂടെ, ഈ മക്കാമിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. ഞങ്ങൾ വളരെ കാലമായി ശോചാവസ്ഥയിലായിരുന്നു. കുടുംബങ്ങൾ കൂട്ടത്തിലൊരു ആൾ മാത്രമാണ് നടത്തിയിരുന്നത്. അവർക്ക് പൂർണ്ണമായി ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതിനാൽ കുടുംബങ്ങൾ ഏറ്റെടുക്കുകയും ഇപ്പോൾ കാണുന്ന രീതിയിൽ മോഡിഫിക്കേഷൻ നടത്തി സുന്ദരമായ രീതിയിൽ ഇത് പരിപാലിച്ചു കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ ഈ മക്കാമിനെ
പുതിയ രൂപത്തിൽ അഥവാ ടെറസ് ചെയ്തുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സുഭദ്രമായി സുശക്തമായി നയനമനോഹരമായ രീതിയിൽ ഒരു മഖാം പുനർനിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ അവകാശികൾക്ക് ആഗ്രഹമുണ്ട്. അതിന് വലിയ ഭാരിച്ചൊരു സംഖ്യ ചെലവ് വരും. അത് നിങ്ങളെ സമീപിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലവരായ ആളുകൾ അത് സഹകരിക്കും. കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, സഹകരിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ അതിൻ്റെ വർക്കും തുടങ്ങുന്നതാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعد كل معلوم لك. اللهم أوصل وبلغ مثل طباب ما قرأناه من هذا القرآن العظيم وما صليناه وما سلمناه. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أصحابه البدريين والحديين والقطقيين والحليلين وقت الصحابة والقرابة كلهم أجمعين وإلى حضرة شيخنا وغوثنا قطب الرباني غوث الصمداني محبوب سبحاني معشوق رحماني محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة شيخنا سلطان العارفين شيخ المشارق والمغارب ملادنا الشيخ السيد أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة شيخنا سندنا قطب الأقطاب السيد عبد الله العيدروس الكبير قدس الله سره العزيز وإلى خواجة معين الدين الجشتي الأجميري قدس الله وإلى حضرة قطب الزمان السيد علوي المنفرمي قدس الله سره العزيز وإلى حضرة شيخنا سندنا جدنا سيد عبد الرحمن عيدروس ولي جارا قدس الله سره العزيز وحضرة شيخنا سندنا جدنا السيد أبو بكر بم العيدروسي قدس الله سره العزيز وإلى حضرة شيخنا سندنا جدنا سيد عبد الله العيدروس أطلق بابا من دفن في هذه الروضة قدس الله سره العزيز وحضرة شيخنا سندنا جدنا سيد عبد الرحمن ينبتشك بابا قدس الله سره العزيز وحضرة شيخنا سندنا جدنا سيد حسين عيدروس قويكوتي بابا قدس الله سره العزيز وإلى حضرة قويني بابا قدس الله سره العزيز وإلى حضرة سائر أجدادنا ومشايخنا سلسلة العيدروسية قدس الله أسرارهم ونفعنا بهم في الدارين. اللهم وإلى حضرات سائر الأولياء والعلماء والشهداء والزهاد والسادات والصديقين والصالحين أينما كانوا من مشارق الأرض إلى مغاربها من تعلقوا بنا خاصة ومن نبينا وهذا خاصة. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كراماتهم. اللهم أمدنا بمددهم واحمينا بحمايتهم وانصرنا بنصرتهم واغفر علينا من فضلاتهم في الدارين. اللهم بحقهم وبجاههم وبكراماتهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وكلنا صاحبا في سفرنا وحضرنا وخليفة في أهلنا ومالنا واطمس على وجوه أعدائنا وامسخهم على مكانتهم فلا يستطيعون المضي ولا المجيء إلينا. اللهم بحقهم وبجاههم وبكراماتهم اللهم ادفع جميع المؤذيات والمضرات وأبطل جميع السحر والعين والخوف والعقد والكيد والمكر والوسواس والجنون واخرج واطرد جميع الشياطين
والروحاني وأم الصبيان والأفاريت وسائر الآفات والمصيبات من أجسادنا ومن أجساد أهلينا ومن أجساد أزواجنا ومن أجساد أولادنا بحق هؤلاء الشرفاء الكرماء المذكورين وبفضلهم وبكرمهم وبجاههم يا رب العالمين. اللهم انصرنا على القوم الكافرين والساحرين والحاسدين والظالمين والنمامين والمفسدين والمفتنين والمبتدعين الضالين يا رب وعداك وعداء الدين يا شديد يا جبار يا قاهر يا قهار. اللهم فرق جمعهم يا جبار وبدلهم يا قهار وشتت شملهم يا ستار. اللهم مزقهم كما مزقت أعداءك وأعداء أنبيائك يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام. اللهم يسر لنا أمورنا يا رب العالمين. اللهم صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه وسلم. بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.